ഹിന്ദിയുടെ എക്സാമിന് വരാൻ സാധ്യത ഉള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ ഒരു സെലക്ഷൻ പറയാം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആദ്യമായിട്ട് പ്രധാനമായിട്ട് തോന്നുന്നത് ഗുഡലിയുടെ ആ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ പാഠം, ആ ലെസൺ. അതിൽ ലഡ്കിയാം അപ്നെ ഘറോ മേ ഭി സ്വതന്ത്ര നഹി ഹേ. അപ്പോ പെൺകുട്ടികളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് ഒരു ലേഖനം എഴുതുക. അതിനാണ് ഞാൻ ഒന്നാമത്തെ മാർക്ക് കൊടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ മാർക്ക്, പെൺകുട്ടികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള. രണ്ടാമത്തത് ഞാനിവിടെ എഴുതിയിട്ടില്ല. സബ്സേ ബഡാ ഷോമൻ എങ്ങനെയാണ് ആയത്, അതിനാണ് രണ്ടാമത്തേത് ഞാൻ കൊടുക്കുന്നത്. മൂന്നാമത്തേത് ഞാൻ കൊടുക്കുന്നത് അകാലിന്റെ ടിപ്പണി. ഇതാണ് മൂന്നാമത്തെ. അകാലിന്റെ ടിപ്പണിക്കാണ് ഞാൻ മൂന്നാമത്തെ സെലക്ഷൻ കൊടുക്കുന്നത്. നാലാമത്തെ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തള്ളാം എന്ന ഒരു രീതിയിലാണ്. എന്താണ്, ടൂട്ടാ പഹിയ വന്നിട്ട് കുറെ നാളായി. ടൂട്ടാ പഹിയയുടെ ടിപ്പണി കൂടി പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ അപ്പം 3. നാലാമത്തത് സ്റ്റോക്കറും സത്യജിത്ത് റേയുമായിട്ടുള്ള സംഭാഷണം. സ്റ്റോക്കറും സത്യജിത്ത് റായുമായിട്ടുള്ള സംഭാഷണമാണ് നാലാമത്തത്. അഞ്ചാമത്തത് ഫൂൾ ദേയ്ക്ക് തോഹ. അഞ്ചാമത്തെ ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിലും ഫൂൾ ദേയ്ക്ക് തോഹാർ എന്ന് പറയുന്നത് 99% വരാൻ സാധ്യതയുള്ളതാണ്. അഞ്ചാമത്തെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും 99% വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഒരു പട്കഥയുണ്ട്. ജോഗുവും ഗംഗിയും ആ വെള്ളത്തിൽ ദാഹിച്ചിരിക്കുമ്പോൾ ഭാര്യയോട് വെള്ളം കൊണ്ടുവരാൻ പറയുന്നത് മലിനജലമാണ്. എന്നിട്ട് കിണറ്റില് വെള്ളം കോരാൻ പോകുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ വരികയും ഓടുകയും ചെയ്യുന്ന ആ ഇതുണ്ടല്ലോ. അപ്പൊ ആ ജോഗു ഗംഗയുടെ ഒരു പട്കഥ എഴുതാൻ ചോദിക്കാം. അവര് വെള്ളം മലിനജലമാണല്ലോ എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അപ്പൊ അത് സംഭാഷണമായിട്ട് ചോദിച്ചാൽ അത് എഴുതാം, വാർത്താലാപമായിട്ട് ചോദിച്ചാൽ അതും എഴുതാം. വാർത്താലാപമായിട്ട് ചോദിച്ചാൽ അതും നമുക്ക് എഴുതാം. അപ്പൊ അതാണ് അടുത്ത് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ജയ്സൽമേറിനെ കുറിച്ചുള്ള ഒരു പത്രം. ആ പത്രനും ഒരു ബ്രോഷറുണ്ട്. ആ ബ്രോഷറിനും തുല്യ പ്രാധാന്യമാണ്. പത്രനും ബ്രോഷറിനും ജയ്സൽമേർ യാത്രാക്കി സഹായതാക്കെ ലിയേ ബ്രോഷർ, അതിനും തുല്യ സാധ്യതയാണ്. ജയ്സൽമേറിന്റെ പത്രം തുല്യ സാധ്യതയാണ്. പിന്നെ ഗംഗയുടെ ഒരു പത്രം. അത് ആ പട്കഥ ഒക്കെ ചോദിക്കുവാണെങ്കിൽ ആ പത്രം വരുന്നില്ല. അതുകൊണ്ട് അതിന് അത്ര പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. എങ്കിലും ഗംഗയുടെ പത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യമുള്ള വേറൊരു പത്രമാണ് ഗുഡ്ലീക്ക പത്രം. ഈ ഗുഡ്ലീക്ക പത്രത്തിനാണ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനകത്ത് ഗുഡ്ലിയുടെ പാഠം ശരിക്കും പഠിച്ചു. കാരണം ഗുഡ്ലിയുടെ പത്രോ അല്ലെങ്കിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളോ അല്ലെങ്കിൽ ഗുഡ്ലിയും മാമും തമ്മിലുള്ള സംഭാഷണമുണ്ട്. ആ സംഭാഷണം വാർത്താലാപം അതിൽ 3 ഒരെണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പൊ ആ ഗുഡ്ലിയുടെ പാഠം ശരിക്കും പഠിച്ചോ, അത് വരാൻ സാധ്യത. പിന്നെ സത്യജിത്ത് റായുടെ ഡയറി ഞാനിവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അതത്ര പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യജിത്ത് റായിയുടെ ഡയറിക്ക് പകരം ആ ട്രെയിൻ വിട്ടുതരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ. പക്ഷേ സ്റ്റോക്കറുമായിട്ടുള്ള സംഭാഷണമാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നത്. സ്റ്റോക്കറുമായിട്ടുള്ള സംഭാഷണം. അപ്പൊ ഒന്നുകൂടി പറയാം. പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഒരു എസ്സേ, അത്. പിന്നെ വേണമെങ്കിൽ അകാലിന് കൊടുക്കാം സ്ഥാനം. അകാല് ടൂട്ടാപഹ്യ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. പിന്നെ ഈ പട്കഥ, ജോഗുവും ഗംഗയും തമ്മിലുള്ള പട്കഥ അല്ലെങ്കിൽ അവരുടെ വാർത്താലാപം. ആ പട്കഥ തന്നെ വാർത്താലാപമായിട്ട് എഴുതാലോ, അവർ തമ്മിലുള്ള സംഭാഷണമാണല്ലോ. പിന്നെ ജയ്സൽമേറിന്റെ പത്രം ഏറ്റവും പ്രധാനമുള്ളത് ഫൂൾ ദേയ് ത്യോഹാറിനെ കുറിച്ച് വർണ്ണിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലെറ്റർ എഴുതാനോ ചോദിക്കാം. ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. കണ്ടോ, ടൂട്ടാ പഹിയ
സത്യജിത് റായുടെ അകാല और उसके बाद ഗംഗി പത്ര ഫൂൽ ഡേ ത്യോഹാർ ജയ്സൽമേർ പത്ര ജയ്സൽമേർ യാത്രയുടെ ബ്രോഷർ ഗുഡ്രിയുടെ പത്ര അത് വേണമെങ്കിൽ മതി പട്കഥ ജോഗ് ഗുഡ്രിയുടെ പട്കഥ വാർത്താലാപ് സത്യജിത് റായും സ്റ്റോക്കർ തമ്മിലുള്ള വാർത്താലാപ് പിന്നെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളെക്കുറിച്ച് പിന്നെ ഏറ്റവും പ്രധാനം ഒന്നാമതായും പഠിക്കാൻ പറഞ്ഞ് എഴുതിയിട്ടില്ല എന്താണ് സബ്സെ ബഡാ ഷോമൻ എങ്ങനെയാണ് ആയതെന്ന് വളരെ പ്രധാനപ്പെട്ട ഇത്രയും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക പിന്നെ ഗ്രാമർ എന്ന് പറയുന്നത് വഹ് പ്ലസ് നെ ഉസ്നെ യഹ് പ്ലസ് നെ ഇസ്നെ വേ പ്ലസ് നെ ഉന്നോനെ എ പ്ലസ് നെ ഇന്നോനെ അങ്ങനെ വഹ് പ്ലസ് കോ അങ്ങനെയല്ലേ അങ്ങനെയുള്ള സർവനാമങ്ങൾ ഒന്ന് ജസ്റ്റ് പഠിച്ചുകൊണ്ട് പോവുക പിന്നെ ഓരോ പാഠങ്ങളുടെയും കഥാപാത്രങ്ങൾ ആ ഏത് പാഠവുമായി ബന്ധപ്പെട്ടാണ് എന്ന് നോക്കണം ഓരോ പാഠവും എഴുതിയിരിക്കുന്ന ആളും ആ പാഠത്തിന്റെ പേരും തമ്മിൽ ചേർത്തെഴുതാൻ വേണ്ടി ചോദിക്കാം അല്ലെങ്കിൽ ഒരു പാഠത്തിലെ കഥാപാത്രം ഭയങ്കര നല്ല കൊള്ളില്ലാത്ത സ്വഭാവമാണ് ചീത്ത സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് അവൻ അനുകമ്പയുള്ളവൻ അവൻ അനുകമ്പ ഇല്ലാത്തവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പം അങ്ങനെ കുറച്ച് നോക്കിയിട്ട് പോവുക ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഇതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് നോട്ടൊക്കെ തന്നിട്ടുണ്ടാവും അതൊക്കെ വെച്ച് എഴുതാൻ നോക്കുക ശരി നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക